സുഹൃത്തുക്കളെ, നമ്മൾ നെത്തി നിൽക്കുന്നതേ എരുമേലിയുടെ ആധുനിക അറവുശാലയൊക്കെ ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ഇതൊക്കെ തന്നെയാ, ഇങ്ങനെ കിടക്കുന്ന. നമുക്ക് നോക്കാം ഇവിടുത്തെ എന്താ അവസ്ഥ എന്നുള്ളത്. ജനങ്ങളുടെ പൈസ എടുത്തിട്ട് അറവുശാല ഉണ്ടാക്കിയിട്ടേക്കുന്ന ആർക്കും ഒരു പ്രയോജനം ഇല്ലാത്ത രീതി. ഇവിടെ സൂക്ഷിച്ച് പറഞ്ഞു കേട്ടോ, ഇവിടെയൊക്കെ തെന്നി നാറി ഇത് കണ്ടോ, നാറി നാശമായി കിടക്കുക. ജനങ്ങളുടെ പൈസ എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു സാധനം ഇത്. എരുമേലിൽ ഇത് പതുക്കെ തെന്നല് മൊത്തം പായലും. അതേവിടെ ഒരു ശിലാസ്ഥാപനമൊക്കെ ഉണ്ടല്ലോ, ഒരു വലിയൊരു പലകയൊക്കെ ഉണ്ടാക്കി അടിച്ചു വെച്ചിട്ടുണ്ട്. എരുമേലി ഗ്രാമപഞ്ചായത്ത് മോഡൽ. അടിപൊളി. PA ഇർഷാദ് കേട്ടോ ഇതിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഈ സാധനം ഉണ്ടാക്കിയിട്ടെ. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് തങ്കമ്മ ജോർജ് കുട്ടി. എന്തായാലും കൊള്ളാം, വലിയൊരു നല്ല മുഴുത്തൊരെണ്ണം ജനങ്ങളുടെ പൈസയിൽ അടിച്ചായിരിക്കും ഇതേ മാർബിളിലോ ഗ്രാനൈറ്റിലോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് ഒക്കെ കത്തിക്കാനായിട്ട് കൊണ്ടിരിക്കുന്ന ആസാമിൽ നിന്നൊന്ന് ഒരു സ്വദേശി അവിടെ താമസിക്കുന്നു. അതൊക്കെ ഇവിടെ അവസ്ഥ. അത് ജനങ്ങളുടെ പൈസയാണെന്ന് ഓർത്തോണേ. നമ്മുടെ എരുമേലിയിൽ അതായത് എരുമേലിയിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണുന്നൊരു കാഴ്ച ഇത്. ജനങ്ങളുടെ പൈസ എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇത് കണ്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇതൊക്കെ ജനങ്ങളുടെ പൈസ എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടിട്ട് ഇവിടെ എത്രയോ പേര് നമ്മുടെയൊക്കെ അവിടെ കൊരട്ടിക്ക് പോകുന്ന വഴിക്കൊക്കെ എത്രയോ പേര് വീടില്ലാണ്ട് അസുഖങ്ങളും ബുദ്ധിമുട്ടുകളുമായിട്ടും അല്ലെങ്കിൽ വീടില്ലാണ്ടും നദീതീരങ്ങളിലൊക്കെ വെള്ളം കയറിയപ്പോൾ എത്രയോ ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇവിടെ ഒരു അറവുശാല ഉണ്ടാക്കിയിട്ടിരിക്കിട്ട് ഇതാ അവസ്ഥ ഇവിടുത്തെ. എന്താ അല്ലേ, നമ്മുടെ ഓരോരുത്തരുടെയും പൈസയാണ് ഈ ഉണ്ടാക്കിയിട്ടിട്ട് കാണുന്ന സാധനം ഇത്. അടിപൊളി. എന്നിട്ടാണ് ഇവർ ഓരോരോ ഉദ്ഘാടനം നടത്തുന്നത്. എന്തൊക്കെയാ ഉദ്ഘാടനമൊക്കെ വലിയ ഗെയിമമായിട്ട് നടത്തി സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് നശിച്ച് പൊക്കോണ്ടിരിക്കുക. കാടും കയറി പള്ളയും കയറി നശിച്ച് ഇതേ പണ്ടാരം അടങ്ങി പൊക്കോണ്ടിരിക്കുക. എനിക്ക് ഇത് കണ്ടിട്ടാ സഹിക്കാൻ പറ്റാത്ത. ഇത് നോക്കി അല്ലേ, ഇതേ ജനങ്ങളുടെ പൈസ എടുത്തിട്ടല്ലേ ഇവർ ഉണ്ടാക്കിയിട്ടേക്കുന്നേ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷയൊന്നും അല്ല നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. എന്നാലും ജനങ്ങൾ അറിയുക ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. ഈ ബായി ആണ് ഇപ്പൊ ഇവിടെ താമസിക്കുന്നത്. അദ്ദേഹം ആസാമിൽ നിന്നുള്ള സ്വദേശിയാണ്. भाई आप किधर का? आसाम का? आप इधर काम करता है? वेस्ट का जगह में काम करता है? वेस्ट चलाता है? हाँ अच्छा. इधर कोई आएगा दिन में? डेली आता है कोई? आता है, हफ्ता में 2-3 दिन आता है. 2-3 दिन आता है. ദിവസം വരികയല്ല ആളുകളൊന്നും. അതായത് കോൻ ആത്ത है? പഞ്ചായത്ത് में आदमी आता है? പഞ്ചായത്തിൽ ആദ്മി ഓഫീസർ വരുമെന്നാ പറയുന്നത്. ആഴ്ചയിൽ 2-3 ദിവസങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഓഫീസറൊക്കെ നോക്കൂന്നാ പറയുന്നത്. അദ്ദേഹം ആസാമിൽ നിന്നുള്ള സ്വദേശിയാണ്. അപ്പം ജനങ്ങളെ നമ്മുടെ പൈസ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു സാമാനമായി കാണുന്നത് ആലോചിച്ച് നോക്കണം ഇവര്. അതായത് വേറൊരു സാധനം ക്ലീനിങ് എരുമേലി. ഇതിപ്പോൾ ക്ലീനിങ്ങിൻ്റെ എന്തോ സംഭവമായിട്ടൊക്കെയാ ഇതൊക്കെ. നമ്മളൊന്നൊരു വീട്ടിലൊരു സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ കൊടുത്തിട്ട് ഇതുപോലൊരു സാധനമൊക്കെ മേടിക്കുന്നത്. ഇത് നോക്കിയാൽ തുരുമ്പും പിടിച്ച് ഇത് കണ്ടോ ഈ ഒരു അവസ്ഥയിലായി പോവുക. ഇത് കണ്ടോ ക്ലീനിങ് എരുമേലി. ഇത് കണ്ടോ എരുമേലി ഗ്രാമപഞ്ചായത്ത് 2018-19 ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു സാധനം ഇത്. അതിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തൊരു കഷ്ടമാ അല്ലേ. എന്നിട്ടാണ് ഇവിടെ എയർപോർട്ട് ഉണ്ടാക്കാൻ നടക്കുക. എയർപോർട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ട് നശിച്ചു പോകുന്ന നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എരുമേലി നിവാസികളെ, ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. ഇതിൽ എരുമേലി ഗ്രാമപഞ്ചായത്തോ അല്ലെങ്കിൽ ഇതിൽ അധികാരപ്പെട്ട ആരാണെന്ന് വെച്ചാൽ ജനങ്ങൾ ആവശ്യപ്പെടണം. ജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഞാൻ പറയുന്നത്. ഇതിനൊരു പരിഹാരം വേണം. ഇതിങ്ങനെ നശിച്ചു പോവേണ്ടതല്ല. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ഇങ്ങനെ കെട്ടുന്ന കെട്ടിടങ്ങൾ ഇങ്ങനെ കിടന്ന് നശിച്ചു പോവേണ്ടതല്ല. ഇതിനൊരു പരിഹാരം വേണം. ഇത് ബാത്റൂമൊക്കെ ഇവിടെ വേണേൽ പൊട്ടി ഒലിക്കുക. ഇതിനൊരു പരിഹാരം ആവശ്യമാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, അധികാരികളിലേക്ക് എത്തിക്കുക. അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്.